ശർമ്മജി, നന്ദന് ചെന്നൈ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയാച്ച്. ഞാൻ അറിഞ്ഞു. അവനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അതിന് എത്ര ചെലവായാലും, ആര് ജാമ്യം നിൽക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. ജാമ്യം கிடைக்கும், അത് പ്രശ്നമില്ല. പക്ഷെ അവർ 3 പേരും ഇപ്പൊ അതേ ജയിലില്ല. എന്താ കാര്യം? കൊച്ചുകുഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവനെ നേരിൽ കാണുന്ന ദിവസം സ്വപ്നം കണ്ട് കിടക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. അവന്റെ എച്ചിൽ നിന്ന് വീർത്ത ഒരു പട്ടി, അവന്റെ GM ഇതിന്റെ അകത്ത് എത്തിയിട്ടുണ്ടെന്ന്. തൽക്കാലം അത് മതി നമുക്ക് നമ്മൾ കൈത്തരിപ്പ് തീർക്കാൻ. ഇത്രകാലം അവന്റെ എച്ചില് പുറമെ നിന്ന് നക്കിയതും പോരാഞ്ഞിട്ട് നീയൊക്കെ ഇതിനകത്ത് കയറി വന്ന് വെട്ടി വിഴുങ്ങും അല്ലടാ സാലക്കൊത്ത്. വേണ്ട, എന്റെ ബോസ് വീട്ടിലെ പഴയ കണക്ക് ഇവിടെ വെച്ച് എന്നോട് തീർക്കണ്ട. അത് അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. അദ്ദേഹം ഒരു മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് അവൻ വന്ന അതേ പുറം പോക്കിക്കൊണ്ടേ കുഴിച്ചിട്ടാലേ ആസിഫ് അലി ഇബ്രാഹിമിന്റെ ഈ മക്കൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ. അവന്റെ അൻവറെ, വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നെ കൊന്നാലും നിങ്ങൾക്ക് എന്റെ കൊച്ചുകുഞ്ഞോട് ജയിക്കാൻ പറ്റില്ല. അവന്റെ ഒരു കൊച്ചുഞ്ഞ്. എന്താ, നിനക്ക് മുറിവേറ്റിട്ടുണ്ട് പണ്ടും, നമുക്ക് വേണ്ടി. പക്ഷെ ഇത് ഞാൻ എങ്ങനെ സഹിക്കൂടാ? സഹിക്കണം, സഹിച്ചേ പറ്റൂ. പറ്റില്ല എനിക്ക്. നിന്നെ വേദനിപ്പിച്ചതാരാണെങ്കിലും വെച്ചേക്കില്ല ഞാൻ. ശർമ്മജി, എനിക്ക് വേണം അവരെ, അവരുടെ തട്ടകത്തിൽ. അത് ജയിലിലാണെങ്കിൽ അങ്ങനെ. വേണ്ട കൊച്ചു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതൊന്നും സാരമില്ല. പലതവണ നീ തന്നെ പറഞ്ഞിട്ടില്ലേ അവരൊക്കെ കൂടപ്പിറപ്പുകളാണെന്ന്. കാല് പിടിച്ച് അപേക്ഷിക്കാൻ ഞാൻ അവരെ. അത് വേണ്ട. നന്ദ, എന്നെ തടയാൻ നീ നോക്കണ്ട. ഒന്നും പറയണ്ട. ഈ മനസ്സെനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. ആ മക്കൾ എന്ത് വേണം ചെയ്തോട്ടെ. പക്ഷെ 6 വർഷം ഒരച്ഛനെ പോലെ നമുക്കൊക്കെ സ്നേഹം തന്ന ആസിഫ് ഭായിയെ ഓർത്തിട്ട് വേണ്ട, പ്ലീസ്. എടോ, പൈസ എത്ര വേണമെങ്കിലും തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടത് ആകെ 3-4 ഫോട്ടോസാ, എന്റെ തീസസിന് വേണ്ടി. அம்மா, பணம் இந்த வேலுச்சாமிக்கு ஒரு பிரச்சனையே கிடையாது. ஆனா எங்க ஓனர் கிட்ட பர்மிஷன் வாங்காம நீங்க இந்த விண்வில் ஃபார்ம்குள்ள வந்ததே தப்பு. ഓ പിന്നെ ഒന്ന് പോടോ. ഇവിടെ ഈ വിൻവിൽ ഫോം മാത്രമല്ലല്ലോ ഉള്ളത്. ഞാൻ വേറെ ഏതെങ്കിലും നോക്കിക്കോളാം. கோவப்படாதம்மா. அம்மா, ஒரு நிமிஷம். இந்த ஏரியாவில் மொத்தமா 4300 விண்மில் இருக்கு.
அந்த 4300 விண்மிலுக்கும் ஒரே ஓனர் தான், நம்ம ஓனரு. அவர்கிட்ட கேட்காம நீங்க எங்க போனாலும் எதுவும் பண்ண முடியாது. ഈശോയെ, ഇതുങ്ങളോട് ഇനി വാന നിരീക്ഷണം, കാറ്റിന്റെ ഗതി എന്നൊക്കെ എങ്ങനെ തമിഴ് പറഞ്ഞ് മനസ്സിലാക്കും? என்னம்மா சொல்ற? ഷോ, എടോ, തന്റെ ഓണർ ആരാണെന്നെങ്കിലും ഒന്ന് പറയടോ. மேடம் டோன்ட் வரி, எங்க ஓனர் யாருன்னு நான் சொல்றேன். பாத்தீங்களா நம்ம தலைவரோட டைமிங்க? சொல்லி முடிக்கிறதுக்குள்ள வந்துட்டாரு. தலைவரே, உங்களை பாக்குறதுக்கு வெளியூர்ல இருந்து ஒரு அம்மா வந்திருக்காங்க. വെളിയൂര് നമ്മയോ? അതാരടാ? കുരിശുപള്ളി മാതാവേ, ഇവളോ? നിക്കടവിടെ. നീയായിരുന്നോ? നീ എന്നതാടി ഇവിടെ? നീ എന്താ ഇവിടെ? അതും ഈ ഫാൻസി ഡ്രസ്സിൽ. പൊന്നാര മോളെ താൻ തോന്നിനി, നീ തൽക്കാലം വണ്ടിയിലോട്ട് കയറി, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. വണ്ടിയിലോട്ട് കയറാൻ വരട്ടെ. അതിനു മുമ്പ് എനിക്കറിയണം, ഓട്ടമുക്കാലണിക്ക് ഗതിയില്ലാത്ത വടക്കം വീട്ടിലെ ഈ താന്തോന്നി എങ്ങനെയാ ഇന്ത ഉലകത്തുക്ക് തലവരായത്? പണ്ട് 13ാമത്തെ വയസ്സില് അമ്മായിയുടെ മാല മോഷ്ടിച്ച കുറ്റത്തിന് തല്ലും മേടിച്ച് നാട് വിടാൻ കാളവണ്ടി കയറിയവൻ. കാളവണ്ടി അല്ലടി, കള്ളവണ്ടി. ആ, ഏതോ ഒരു വണ്ടി കയറി പോയവൻ എങ്ങനെ ഇതുവരെ എത്തി? ഏതായാലും കാര്യങ്ങളുടെ തുടക്കം ഒരു വണ്ടിക്കകത്ത് നിന്നായതുകൊണ്ട് നീ തൽക്കാലം ഈ വണ്ടിക്കകത്ത് കയറ്, ബാക്കി ഞാൻ വഴിയെ പറയാം. ജാതകം കൊച്ചുകുഞ്ഞിന്റേതായതുകൊണ്ടായിരിക്കും ആദ്യ സ്റ്റോപ്പ് ഈ റോഡിലെ ഒരു കള്ള് ഷാപ്പായിരുന്നു. നിമിത്തമോ നിയോഗമോ എന്നെനിക്കറിയില്ല, പക്ഷെ അവിടെ വെച്ച് ആദ്യമായിട്ട് മരിച്ച് മൺമറഞ്ഞു പോയ എന്റെ അപ്പനെ ഞാൻ ജീവനോടെ കണ്ടു. ഈ താന്തോന്നിയുടെ ഉത്തരവാദിയായ ദാവീദ് ലോപ്പസിനെ. എന്നിട്ട് ആ അപ്പനിപ്പോ ഉണ്ട്. ഓർമ്മകളുടെ കുറ്റബോധത്തിൽ സഹനത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഒരുപിടി പുസ്തകങ്ങൾ എഴുതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ന് ആ അപ്പൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്: അപ്പന്റെ മോൻ അപ്പനെ പോലെ വടക്കൻ വീട്ടിലെ പ്രതാപികൾക്ക് മുന്നിൽ തോൽക്കരുതെന്ന്, സമ്പന്നനാകണമെന്ന്. ആ വാക്ക് നെഞ്ചിലേറ്റി അവിടെ നിന്ന് തുടങ്ങി ജീവിക്കാൻ. ഈ റോഡിലെ കള്ള് ഷാപ്പിലെ മേശതുടപ്പുകാരനിൽ നിന്നും ബോംബെ ലിയോപോൾസ് കഫേയിലെ വെയിറ്ററിലേക്ക്, പിന്നീട് മാൽഡീവ്സ്, ഒരു ഫിലിപ്പീൻസുകാരൻ സായിപ്പിന്റെ റിസോർട്ടിലെ കിടക്കവിരുപ്പുകാരൻ. ഒടുവിൽ തിരിച്ചറിവിന്റെ പ്രായമായപ്പോ കൊച്ചുകുഞ്ഞ് വീണ്ടും കടൽ കടന്നു ദുബായിലേക്ക്. ആ നഗരമാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പക്ഷെ സ്വപ്നങ്ങളുടെ പർദീസായ ദുബായിൽ ഞാൻ എത്തിപ്പെട്ടത് ദഹ്റ ഫിഷ് മാർക്കറ്റിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ എന്റെ നന്ദനെ കണ്ടു. നന്ദനായിരുന്നു പിന്നീട് എന്റെ ജീവിതത്തിൽ സുഹൃത്ത്, വഴികാട്ടി, കൂടപ്പുറപ്പ്, എല്ലാം. അങ്ങനെ മനസ്സിൽ ലാളിച്ചു വളർത്തിയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളച്ചു തുടങ്ങി. അപ്പനു വേണ്ടി സമ്പന്നനാകാനുള്ളൊരു മകന്റെ കുതിപ്പുകൾക്ക് നന്ദനും കൂട്ടായി. അങ്ങനെ എണ്ണം മറന്നുപോയ ദിനരാത്രങ്ങൾക്കിടയിൽ ഒരു രാത്രി കൊച്ചു, എന്തോ പ്രശ്നമുണ്ട്, നീ വണ്ടി തിരികെ. കൊച്ചു, രക്ഷകനായിട്ടായിരുന്നു രക്ഷിക്കാനായിട്ടായിരുന്നു അദ്ദേഹത്തെ എന്റെ കൺമുമ്പിൽ എത്തിച്ചത് എന്നെനിക്കറിയില്ല. ഹാഫിസ് അലി ഇബ്രാഹിം. പ്രാണൻ തിരിച്ചു നൽകിയതിന്റെ പ്രതിഫലമായിട്ട് എന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയത് ഒരു പുതിയ ജീവിതമായിരുന്നു. കൊച്ചുകുഞ്ഞിന്റെ ജീവിതകഥയോട് ഒരു കൗതുകം തോന്നിയതുകൊണ്ടായിരിക്കും കൂടെ നിൽക്കുന്നോ എന്ന വലിയ മനുഷ്യൻ അന്നെന്നോട് ചോദിച്ചു. ലക്ഷ്യത്തിലെത്താൻ ഇറങ്ങി പുറപ്പെട്ടവന്റെ ജീവിതം ജയിച്ചു കാണിക്കാൻ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ വലങ്കൈയായി. പ്രത്യക്ഷത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനി ആയിരുന്നുവെങ്കിലും നിയമത്തിന്റെ ഇരുവശങ്ങളിലുമായി ഗൾഫ് എമ്പാടും പടർന്നു കിടന്നിരുന്നു ഹാഫിസ് ഭായിയുടെ സാമ്രാജ്യം. മുഹമ്മദിന്റെ പുണ്യഭൂമിയിലെ വാഴ്ത്തപ്പെടാത്ത സുൽത്താനായിരുന്നു ഹാഫിസ് അലി ഇബ്രാഹിം. ബാപ്പയ്ക്ക് ഇതിന് തടസ്സം നിൽക്കാൻ എന്ത് അധികാരമാണുള്ളത്? മക്ക ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അംഗങ്ങളെ ഞങ്ങൾ 3 പേരും.
ഇത് ഞങ്ങൾ കൊടുത്ത വാക്കാ. ഇത് നടക്കാതെ പോയ കോടികളുടെ നഷ്ടം മാത്രമല്ല സംഭവിക്കുക, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും ഞങ്ങൾക്ക്. പറ്റാതാകണം, എന്നാലേ നീയൊക്കെ പഠിക്കൂ. കൊല്ലം കുറെയായി ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ നിഴലിൽ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾ 3 പേരും. ഇനി ഞങ്ങൾക്കും വേണം ഒരു ജീവിതം. അതിന് വിളങ്ങ് തടിയായി നിൽക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അത് സ്വന്തം ബാപ്പയായാലും. മതിയടാ, വൈകാതെ ഒരു ദിവസം ഇത് കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഹാഫിസ് ഭായിയുടെ വീട്ടിലും ഈ ബാപ്പയുടെ മനസ്സിലും ഈ 3 മക്കൾക്ക് സ്ഥാനമില്ല. ഇറങ്ങിക്കോണം ഇപ്പോ, ഈ നിമിഷം. വന്നല്ലോ വിശ്വസ്തനായ വാലാട്ടി പട്ടി. കിളവൻ ചത്തൊടുങ്ങുന്നതിന് മുമ്പേ 4 കാശ് സമ്പാദിച്ച ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കടാ. എന്താ ഭായ് പ്രശ്നം? പ്രശ്നം എന്റെ വിധിയാണ്. ജന്മം കൊടുത്ത മക്കളായി പോയില്ലേ. കർമ്മം കൊണ്ട് ഒഴിഞ്ഞാലും ധർമ്മം കൊണ്ട് ഒഴിയില്ലല്ലോ ആ ബന്ധം. മെക്ക ഷിപ്പിംഗിന്റെ ബാനറിൽ കറാച്ചിയിലേക്ക് 1 കണ്ടെയ്നർ RDX കടത്താനുള്ള കാശും വാങ്ങി വന്നിരിക്കുക ഹറാം പിറന്നവന്മാര്. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ കയ്യില് ഇന്ന് വരെ ഒരു നിരപരാധിയുടെയും ചോര വീണിട്ടില്ല. ഇനി വീഴ്ത്തിക്കയില്ല ഞാൻ. നന്ദ, എനിക്ക് പേടിയാവുന്നടാ. സ്വന്തം ബാപ്പയാണെന്ന് പോലും അവന്മാർ നോക്കില്ല. എന്തിനും മടിക്കാത്തവരാ. പേടിക്കാതിരിക്കും കൊച്ചു, നീയില്ലേ കൂടെ. പോരാത്തതിന് അയാളെ ദാനം കൊടുത്ത ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ പ്രാർത്ഥനയും. ഹലോ ഭായ്. ഹായ്. ചതിയായിരുന്നു. സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കൊലപാതക കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പേരിൽ 4 കൊല്ലം നരകിച്ചു ഞാൻ ദുബായ് ജയിലിൽ. 4 കൊല്ലം വേണ്ടി വന്നു എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ. ഒടുവിൽ തെളിയിക്കപ്പെട്ടതിന്റെ പിന്നിൽ എന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായമായിരുന്നു അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. பல வருஷங்களுக்கு முன்னாடியே அவர் பிள்ளைங்களை பத்தி அவருக்கு தெரிஞ்சிருக்கு. அதனாலதான் அவர் கஷ்டப்பட்டு சம்பாதிச்ச சொத்தை அவங்க பேருக்கு அவர் எழுதி வைக்கல. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ സാമ്രാജ്യം ഇനി നിന്റെ കയ്യിലാണ്. പകർന്നു കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷിക്കാൻ കിട്ടിയ സാമ്രാജ്യത്തിന്റെയും ബലത്തിൽ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഭായിയായി. വഴികാട്ടിയായ അച്ഛനും വഴിമുടക്കിയായ വളർത്തുമകനും കൂടെയില്ലാതെ വന്നപ്പോ ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ മക്കൾ സ്വയം നശിക്കുകയായിരുന്നു, ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക്. പക്ഷെ ഒടുവിൽ പിടിക്കപ്പെട്ടു. ഇവിടെ ഇന്ത്യയിൽ വെച്ച് തൂത്തുക്കുടി ഹാർബറിൽ വന്നിറങ്ങിയ 2 കാർട്ടൺ AK-56 റൈഫിൾസ് തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു. ജീവപര്യന്തമായിരുന്നു. അത് പിന്നീട് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ 5 വർഷമായി ഇളവിയത് കിട്ടി. ഒരു കണക്കിന്
ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ചെയ്യാൻ ഇന്ന് എന്തുകൊണ്ട് നല്ല ദിവസമാണ്. ഹാഫിസ് ബായുടെ മക്കളുടെ 5 വർഷത്തെ ജയിൽവാസം ഇന്ന് അവസാനിക്കുകയാണ്. കൊച്ചുഞ്ഞെ, നിന്റെ അപ്പനെ എനിക്കൊന്ന് കാണാൻ പറ്റൂടാ? കാണും. നീ മാത്രമല്ല, വടക്കൻ വീട്ടിലെ എല്ലാ പ്രമാണിമാരും എന്റെ അപ്പനെ കാണും വൈകാതൊരു ദിവസം. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ 6 വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന ഒരു ഭാരം നാളെ ഇറക്കി വെക്കാൻ പോവുകയാണ്.